ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 8. സർവമഹിഷൂദ്യോഹം. സൂര്യൻ സത്രാജിത്തിന് സമന്തകമണി കൊടുത്തു. ഉഗ്രസേന മഹാരാജാവിനു വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ സത്രജിത്തിനോട് അതു യാചിച്ചു. എന്നാൽ ധനലോഭിയായ സത്രജിത്ത് അത് കൊടുത്തില്ല. കാരണം അത് ദിനം പ്രതി 8 ഭാരം സ്വർണം വീതം ഉൽപ്പാദിക്കുമായിരുന്നു ആ സ്യമന്തപഞ്ചകം. ഒരിക്കൽ സത്രാജിത്തിൻ്റെ അനുജനായ പ്രസേനൻ ആ രത്നം കഴുത്തിലണിഞ്ഞ് കുതിരപ്പുറത്തു കയറി നായാട്ടിനു പോയി. കാട്ടിൽ വെച്ച് ഒരു സിംഹം പ്രസേനനെ വധിച്ച് ആ രത്നവുമായി പോകുമ്പോൾ അത് കണ്ട ജാംബവാൻ സിംഹത്തെ കൊന്ന് ആ മണിയും എടുത്ത് തൻ്റെ ഗുഹയിലേക്ക് പോയി. മണി കഴുത്തിലണിഞ്ഞു പോയ പ്രസേനൻ കൃഷ്ണനാൽ വധിക്കപ്പെട്ടു എന്ന് സത്രാജിത്ത് പറഞ്ഞു പരത്തി. തൻ്റെ പേരിലുള്ള ദുഷ്കീർത്തി ഇല്ലാതാക്കുവാനായി ഭഗവാൻ കുറച്ച് പുരവാസികളെയും കൂട്ടി കാട്ടിൽ പോയപ്പോൾ മരിച്ചു കിടക്കുന്ന പ്രസേനനെയും കുതിരയെയും സിംഹത്തെയും കണ്ടു. ഭഗവാൻ അടുത്തുള്ള ഗുഹയിൽ ചെന്ന് ജാംബവാനുമായി ഉണ്ടായ 28 ദിവസത്തെ യുദ്ധത്തിനു ശേഷം മണി തിരികെ വാങ്ങി. ജാംബവാൻ നൽകിയ ജാംബവതി എന്ന കന്യകയെയും കൂട്ടി ഭഗവാൻ ദ്വാരകയിൽ മടങ്ങിയെത്തി. അതായത് 28 ദിവസവും യുദ്ധം ചെയ്തിട്ടും ക്ഷീണിക്കാതിരുന്നപ്പോൾ ജാംബവാന് മനസ്സിലായി തന്നോട് യുദ്ധം ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണെന്ന്. അതിനൊരു പാരിതോഷികമായിട്ടാണ് ജാംബവാൻ തൻ്റെ മകളായ ജാംബവതിയെ ശ്രീകൃഷ്ണന് കൊടുത്തത്. ഇതെല്ലാം കണ്ട് ലജ്ജിതനായ സത്രാജിത്ത് ഭഗവാനോട് മണി സ്വീകരിച്ച് താൻ ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തമായി തൻ്റെ മകളായിട്ടുള്ള സത്യഭാമയെയും ശ്രീകൃഷ്ണന് നൽകി. അനന്തരം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയ ഭഗവാൻ ഒരു ദിവസം അർജുനനോട് കൂടെ യമുനാ തീരത്ത് പോയി. ശ്രീകൃഷ്ണന് ഭർത്താവായി ലഭിക്കുവാൻ കാളിന്തി അവിടെ യമുനാ നദിയുടെ ജലാന്തർഭാഗത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അർജുനൻ അവളെ ഭഗവാന് കാണിച്ചു കൊടുത്തു. ഭഗവാൻ കാളിന്തിയെ സ്വീകരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി. പിന്നീട് അവളോട് കൂടെ ദ്വാരകയിൽ ചെന്ന് അവളെ വിവാഹം ചെയ്തു. അവന്തിരാജപുത്രിയായ മിത്രഹന്തയെ സ്വയംവര സ്ഥലത്തു നിന്നും രുക്മിണി എന്ന പോലെ ഭഗവാൻ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു. രുക്മിണിയെ എങ്ങനെയാണോ വിവാഹം കഴിച്ചത് അതുപോലെ തന്നെയാണ് മിത്രഹന്തയ്ക്കും ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ട് ഭഗവാൻ വിവാഹം കഴിക്കുകയായിരുന്നു. അനന്തരം നഗ്നജിത്തിൻ്റെ പുത്രിയായ സത്യയെ എല്ലാവരും കാണെ 7 കൂറ്റൻ കാളകളെ കീഴ്പ്പെടുത്തിയതിനു ശേഷം സ്വീകരിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ. കേകയ പുത്രിയായ ഭദ്ര എന്ന കന്യയെയും ഭഗവാൻ ദ്വാരകയിൽ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു. യന്ത്രമത്സ്യത്തെ ലക്ഷ്യമാക്കി അമ്പെയ്ത് ഖണ്ഡിച്ച് ശത്രുക്കളെ തോൽപ്പിച്ച് ബൃഹൽസേന പുത്രിയായ ലക്ഷ്മണയെയും ഭഗവാൻ വിവാഹം കഴിച്ചു. പിന്നീട് നരകാസുരനെ വധിച്ച് അവൻ തടവിൽ പാർപ്പിച്ചിരുന്ന 16,100 കന്യകമാരെ ഭഗവാൻ ദ്വാരകയിൽ കൊണ്ടുവന്ന് അവരെ അത്രയും ഗേഹങ്ങളിൽ പാർപ്പിച്ച് അത്രയും ദേഹങ്ങൾ കൈക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഭഗവാന് ഓരോ ഭാര്യയിലും 10 വീതം പുത്രന്മാർ ജനിച്ചു. രുക്മിണിയിൽ കാമദേവന്റെ അവതാരമായ പ്രദ്യുമ്നൻ ജനിച്ചു. ശംഭാസുരൻ ആ കുട്ടിയെ എടുത്ത് കടലിൽ എറിഞ്ഞു. അതിനെ ഒരു മത്സ്യം വിഴുങ്ങി. മത്സ്യോദരത്തിലും പ്രദ്യുമ്നൻ മരിക്കാതെ കിടന്നു. അവിടെ നിന്ന് പുറത്തു വന്ന പ്രദ്യുമ്നൻ രതീദേവിയാൽ പരിപാലിക്കപ്പെട്ട് യൗവനം പ്രാപിച്ചപ്പോൾ ശത്രുവാണെന്നറിഞ്ഞ ശംഭാസുരനെ വധിച്ച് വളർത്തമ്മയായ മായാവതി രതീദേവിയോടു കൂടെ ദ്വാരകയിലെത്തി അവരെ വിവാഹം കഴിച്ചു. പിന്നീട് ഭോജകടനഗരത്തിൽ വെച്ച് രുക്മിയുടെ മകളെ സ്വയംവര സമയത്ത് കൊണ്ടുവന്ന് പ്രദ്യുമ്നൻ വിവാഹം കഴിച്ചു. അവളിൽ ബ്രഹ്മാവിൻ്റെ അവതാരമായ അനിരുദ്ധൻ ജനിച്ചു.
ശ്രീകൃഷ്ണൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിങ്ങനെ ചതുർവ്യൂഹാവതാരമൂർത്തികളുടെ ചരിത്രം ഇങ്ങനെയാണ്. ഇത് പാപഹരവും പുണ്യപ്രദവുമാണ്. ഇത് കേൾക്കുന്നതും അറിയുന്നതും. ഹരേ കൃഷ്ണ.